നമസ്കാരം, എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് നിങ്ങളുടെ 2026 എങ്ങനെയുള്ള ഒരു വർഷമായിരിക്കും എന്നുള്ള ഒരു ജനറൽ റീഡിംഗ് നോക്കാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായി ഞാനിവിടെ 2 പൈൽ ഓഫ് കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ പാരറ്റ് സ്പിരിറ്റ്, ഗ്രൂപ്പ് നമ്പർ 1. സെക്കൻഡ് കാർഡ് സ്വാൻ സ്പിരിറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഒന്നാമത്തെ കാർഡായ ഹൈ പ്രീസ്റ്റസ് കാർഡ് സൂചിപ്പിക്കുന്നത് 2026 നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ശക്തമായിരിക്കും എന്നാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലുപരി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നതാണ് ശരി. മെഡിറ്റേഷൻ, ശാന്തത, ഒറ്റയ്ക്കിരിക്കുന്ന സമയം, ഇതൊക്കെ നിങ്ങളെ ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. രണ്ടാമത്തെ കാർഡായ 10 ഓഫ് പെൻറ്റക്കിൾസ് ഒരു സ്ഥിരതയും സുരക്ഷയും കാണിക്കുന്ന കാർഡാണ്. അതായത് 2026 നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മെച്ചപ്പെടും. സാമ്പത്തികമായി പതുക്കെയാണെങ്കിലും വളരെ ഉറപ്പോടെ നിങ്ങൾ മുന്നേറും. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള നേട്ടങ്ങളെയും, അതായത് വീട്, സേവിങ്സ്, ഫാമിലി ഹാപ്പിനെസ് എന്നിവയെയും ഈ കാർഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ എലിഫൻ്റ് കാർഡ് നിങ്ങൾക്ക് പ്രകൃതിയുമായി അല്ലെങ്കിൽ അനിമൽസുമായും ഭൂമിയുമായും ഒരു പ്രത്യേക ബന്ധമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളായി ജീവിക്കുമ്പോൾ നിങ്ങളാണ് കൂടുതൽ ഹാപ്പി. ഗെറ്റ് സം എക്സസൈസ് കാർഡ് 2026 നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അതായത് വാക്കിംഗ്, യോഗ, ഡാൻസ്, സ്വിമ്മിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വേണം. ഇത് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കും. അതുപോലെ നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടുകയും ചെയ്യും. ന്യൂ എർത്ത് കാർഡ് ഒരു വലിയ മാറ്റത്തിൻ്റെ കാർഡാണ്. അതായത് 2026 പഴയ ചിന്തകൾ നിങ്ങളെ വിട്ടുപോകുമെന്നും നിങ്ങളൊരു പുതിയ ജീവിത രീതിയിലേക്ക് കടക്കുമെന്നും നിങ്ങൾ ഒരു കൂടുതൽ ഇൻറ്റ്യൂട്ടീവായ വളരെ ശാന്തനായൊരു വ്യക്തിയായി മാറുമെന്നും സൂചിപ്പിക്കുന്നു. അതുപോലെ എലിഫൻ്റ് കാർഡ് അത് ആർക്കേഞ്ചൽ മേരി ആൻഡ് റാഫേലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് പറയുന്നത് ഒരു വലിയ സംരക്ഷണം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് 2026 ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും. നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്സ് കൂടുതൽ ശക്തമാകും. ഒരു ആനയെ പോലെ തന്നെ ശക്തിയും സഹനവും നിങ്ങളിലുണ്ട്. യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് കാർഡ് അതൊരു വളരെ ക്ലിയറായ മെസ്സേജാണ് നൽകുന്നത്. നിങ്ങളിപ്പോൾ പോകുന്ന വഴി ശരിയായ വഴിയാണ്. സംശയം തോന്നുമ്പോഴും യൂണിവേഴ്സ് പറയുന്നു നീ തെറ്റിയിട്ടില്ല എന്ന്. ദി ഡിസ്ട്രാക്ഷൻ ഓഫ് ഷൈനി തിങ്സ് കാർഡ് 2026 നിങ്ങൾക്കൊരു ചെറിയ മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പോകരുത്. ഈ പുറമെ ഷൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ചിലപ്പോൾ വഴിതെറ്റിച്ചേക്കാം. ഫോക്കസ് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവിന് ശരിക്കും വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയുക. കരിയർ ട്രാൻസിഷൻ കാർഡ് ആർക്കേഞ്ചൽ ഷാമുവൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഒന്നുകിൽ ഒരു മാറ്റം വരാം, അല്ലെങ്കിൽ ഒരു പുതിയ റോൾ, പുതിയ ഫീൽഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സന്തോഷം ചേർന്നൊരു ജോലി എന്നിവ ലഭിച്ചേക്കാം. അതായത് സാലറി മാത്രമല്ല, സന്തോഷവും അർത്ഥവുമുള്ള ഒരു പുതിയ കരിയർ. യുവർ സ്പിരിറ്റ് സ്പാർക്കിൾസ് വെൻ യു കണക്ട് വിത്ത് വാട്ട് യു ലവ് എന്ന കാർഡ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഷൈൻ ചെയ്യും. ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഓപ്പണായി വരുമെന്നാണ്. അതായത് 2026
നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക. എംപ്രസ് കാർഡ് അബൻഡൻസ്, ലവ്, ക്രിയേറ്റിവിറ്റി എന്നിവയുടെ കാർഡാണ്. ഇത് ഒരു സ്ത്രീ ശക്തി, ഒരു ഫെമിനൈൻ എനർജി, സെൽഫ് കെയർ, ഗ്രോത്ത്, സൗന്ദര്യം എന്നിവയെ കാണിക്കുന്നു. 2026 നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വർദ്ധിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. 2026 യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് കാർഡ് പറയുന്നത് എന്തെന്നാൽ, മുന്നോട്ട് പോകാൻ ശക്തിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ശക്തി എത്രയെന്ന് ഓർക്കൂ. അത് വിട്ട് ജീവിതം ആസ്വദിക്കൂ എന്നാണ്. അതായത് പഴയ വേദന, പേടി, കുറ്റബോധം എന്നിവ വിട്ടുകളയുക. ആ എനർജി നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ ഉപയോഗിക്കുക. ചുരുക്കത്തിൽ 2026 നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. ഫോക്കസ് നഷ്ടപ്പെടരുത്. ശരിയായ കരിയർ ചൂസ് ചെയ്യുക. പഴയ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ പുതിയവ നിങ്ങളെ തേടി വരും. അതുപോലെ നിങ്ങൾ ശരിയായ പാതയിലാണ്. 2026 നിങ്ങളെ കൂടുതൽ ശാന്തനും ശക്തനും സന്തോഷവാനുമായ ഒരു വ്യക്തിയാക്കുന്ന വർഷം ആയിരിക്കും. 2026 നമ്മളിപ്പോൾ ലവ് ആൻഡ് റിലേഷൻഷിപ്സ് നോക്കുകയാണെങ്കിൽ ഹൈ പ്രീസ്റ്റസ്, എംപ്രസ്, എലിഫൻറ്റ്, 10 ഓഫ് പെൻറ്റക്കിൾസ് എന്നീ കാർഡുകളുടെ കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ അറിയാം ആരാണ് ശരി, ആരെയാണ് വിട്ടുകളയേണ്ടത് എന്നുള്ളത്. അതായത് ഒരു പുതിയ റിലേഷൻ ആണെങ്കിൽ അത് സ്ലോ ആയില്ല ഗ്രോ ചെയ്യുന്നതാണ്. ആ റിലേഷനിൽ ട്രസ്റ്റ്, സേഫ്റ്റി, റെസ്പെക്റ്റ് എന്നിവ ഉണ്ടായിരിക്കും. ഇപ്പോഴുള്ള നിങ്ങളുടെ ബന്ധങ്ങളിൽ പഴയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറുന്നതാണ്. നിങ്ങളുടെ റിലേഷനിൽ ലോയൽറ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റി എന്നിവ വരുന്നതാണ്. 2026 നിങ്ങളുടെ മനസ്സിന് ശാന്തിയില്ലാത്ത റിലേഷൻസ് ഒക്കെ തന്നെയും നിങ്ങളെ സ്വാഭാവികമായി വിട്ടുപോകുന്നതാണ്. നിങ്ങളതിന് ഫോഴ്സ് ചെയ്യേണ്ടി വരില്ല. കരിയർ ആൻഡ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ കരിയർ ട്രാൻസിഷൻ, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്, ഷൈനി തിങ്സ് കാർഡ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ജോലി നിങ്ങൾക്കൊരു മീനിങ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ തീർച്ചയായും ഒരു മാറ്റം വരുന്നതാണ് എന്നാണ്. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് കണ്ട് കൺഫ്യൂസ് ആകരുത്. യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ എടുക്കുന്ന ചെറിയ സ്റ്റെപ്സ് പോലും ശരിയായ ഡയറക്ഷനിലേക്കാണ് എന്നാണ്. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സേവിങ്സ്, ലോങ് ടേം സെക്യൂരിറ്റി, ഫാമിലി ബെനിഫിറ്റ് എന്നിവയെ കാണിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്, ന്യൂ എർത്ത്, സ്പിരിറ്റ് ആനിമൽ കാർഡുകളുടെ കോമ്പിനേഷൻ 2026 നിങ്ങളുടെ ഒരു അവേക്കനിങ് ഇയർ ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ ബിലീഫ് സിസ്റ്റംസ് മാറി നിങ്ങൾക്കൊരു പുതിയ അവയർനെസ് വരുന്നതാണ്. ന്യൂ എർത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇനി ഒരു ഡ്രാമയിൽ ജീവിക്കില്ല, സമാധാനമായിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി എന്നാണ്. അതുപോലെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഗെറ്റ് സം എക്സസൈസ്, റാഫേൽ ഹീലിംഗ് എനർജി കാർഡ് എന്നിവ പറയുന്നത് നിങ്ങളുടെ ബോഡി പറയുന്നത് കേൾക്കണമെന്നാണ്. സ്ട്രെസ് അക്യൂമുലേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഹെവിയായ വർക്കൗട്ട്സ് ഒന്നും വേണ്ട. ഒരു കൺസിസ്റ്റൻ്റ് ആയ ചെറിയ എക്സസൈസുകൾ ഫോളോ ചെയ്യുക. അതായത് വാക്കിംഗ്, സ്ട്രെച്ചിങ്, യോഗ, ഡാൻസ് ഏതെങ്കിലും ഒന്ന്. റാഫേൽ കാർഡിൻ്റെ എനർജി ഇമോഷണൽ ഹീലിങ്ങിനെ കാണിക്കുന്നുണ്ട്. പഴയ വിഷമങ്ങളൊക്കെ നിങ്ങളെ വിട്ടുപോകുന്നതാണ്. 2026 നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതായത് സപ്പോസ് ആർട്ട്, ടീച്ചിങ്, ഹീലിംഗ്, റൈറ്റിംഗ്, കെയറിങ്, ക്രിയേറ്റീവ് വർക്ക്സ് ഇതൊക്കെ ഒരു സൈഡ് ഹോബിയായി അല്ല, മറിച്ച് നിങ്ങളുടെ ലൈഫ് ഡയറക്ഷൻ ആയി തന്നെ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ എന്ത് ചെയ്യുമ്പോഴും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ആളുകൾ നിങ്ങളിലേക്ക് വരും. ചുരുക്കത്തിൽ 2026 കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് ശാന്തമായി നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേട്ട് ഫോക്കസ് ചെയ്ത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു വർഷമായിരിക്കും. ഇതാണ്
കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഒന്നാമത്തെ കാർഡായ പേജ് ഓഫ് പെൻഡിക്കിൾ സൂചിപ്പിക്കുന്നത് 2026 ഒരു പുതിയ തുടക്കത്തിൻ്റെ വർഷമായിരിക്കും എന്നാണ്. പഠനം, ജോലി, ബിസിനസ്, പുതിയ സ്കിൽസ് എന്നിവയിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ചെറിയ തുടക്കങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വലിയ വിജയം കൊണ്ടുവരും. സ്ട്രെങ്ത് കാർഡ്. ഈ 2026 നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തി കണ്ടെത്തുമെന്ന് സൂചിപ്പിക്കുന്നു. ക്ഷമ, ധൈര്യം, സെൽഫ് കൺട്രോൾ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. കോപമോ ഭയമോ അല്ല, സ്നേഹവും സഹിഷ്ണുതയും ഉപയോഗിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ ജയിക്കുക. നിങ്ങളുടെ മാസ്റ്റർ കാർഡായ സ്വാൻ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സൗന്ദര്യവും ആത്മവിശ്വാസവും തിരിച്ചറിയുക എന്നാണ്. 2026 നിങ്ങൾ കൂടുതൽ ആത്മീയമായി വളരും. സ്വയം സ്നേഹിക്കാനും നിങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയാനും ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കും. അഫർമേഷൻസ് കാർഡ് ഫ്രം ഫെയറി സൂചിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നാണ്. പോസിറ്റീവായ അഫർമേഷൻസ് 2026 നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. എനിക്ക് കഴിയും, എനിക്കിതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന വിശ്വാസം ശക്തമാക്കുക. ഫോൾ ഇൻ ടു മൈ ആംസ് കാർഡ് പറയുന്നത് നിയന്ത്രണം വിട്ടുകൊടുക്കാൻ പഠിക്കുക എന്നാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാത്രം ചുമക്കേണ്ടതില്ല. ഡിവൈനിലും യൂണിവേഴ്സിലും ജീവിതത്തിലും വിശ്വസിക്കൂ. സഹായം നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് കാർഡ് സൂചിപ്പിക്കുന്നത് 2026 ചെറിയ ഉറുമ്പുകളെ പോലെ സ്ഥിരതയും കഠിനാധ്വാനവും വലിയ ഫലങ്ങൾ നൽകുമെന്നാണ്. പെട്ടെന്നുള്ള വിജയമല്ല, മറിച്ച് ഉറച്ച മുന്നേറ്റം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ ശ്രമങ്ങളും പ്രധാനമാണ്. ലൈഫ് പർപ്പസ് കാർഡായ ട്രസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വർഷം വിശ്വാസമാണ് പ്രധാന പാഠമെന്നാണ്. നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ ശരിയായ വഴിയിലാണ്. നിങ്ങൾക്ക് സംശയം തോന്നിയാലും നിങ്ങളുടെ ഹൃദയം പറയുന്നതിൽ വിശ്വസിക്കുക. ലൈറ്റ് ഇൻ ദ അൺഎക്സ്പെക്റ്റഡ് കാർഡ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വെളിച്ചം കടന്നു വരുമെന്ന് സൂചിപ്പിക്കുന്നു. പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കാദ്യം കൺഫ്യൂസിംഗ് ആയി തോന്നിയേക്കാം, പക്ഷേ അവ പിന്നീട് വലിയ ബ്ലെസ്സിങ്സായി മാറും. 2026 നിങ്ങൾക്കൊരു സർപ്രൈസുകളുടെ വർഷമാണ്. സെൻസിറ്റിവിറ്റി കാർഡ് ആർക്കേഞ്ചൽ ഹാനിയേൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കൂടുതൽ സെൻസിറ്റീവും ഇൻറ്റ്യൂട്ടീവുമായിരിക്കുമെന്നാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അതിനാൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ബൗണ്ടറീസ് വയ്ക്കാൻ പഠിക്കുക. യു ഹാവ് ദ എബിലിറ്റി ടു പ്രോസ്പെർ കാർഡ്. സമ്പത്ത്, വളർച്ച, വിജയം ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ചാൽ 2026 സാമ്പത്തികമായും വ്യക്തിപരമായും നല്ല പുരോഗതി കാണിക്കുന്നുണ്ട്. 8 ഓഫ് ഫയർ കാർഡ് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണെന്ന് സൂചിപ്പിക്കുന്നു. മെസ്സേജസ്, ഓപ്പർച്യൂണിറ്റീസ്, ട്രാവൽസ്, പുതിയ പ്രോജക്ട്സ് ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കും. അവസരങ്ങൾ വന്നാൽ മുന്നോട്ട് പോകാൻ മടിക്കരുത്. യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് കാർഡ് എവറി സിറ്റുവേഷൻ ഇൻ ലൈഫ് ഈസ് ടെമ്പററി. എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാൽ സന്തോഷം വന്നാൽ അത് പൂർണ്ണമായി ആസ്വദിക്കൂ. ബുദ്ധിമുട്ട് വന്നാൽ അത് താൽക്കാലികമാണെന്ന് ഓർക്കൂ. നല്ല ദിവസങ്ങൾ ഉറപ്പായും വരും എന്നാണ്. ചുരുക്കത്തിൽ 2026 പഠനം, പരിശ്രമം, ആത്മവിശ്വാസം, ക്ഷമ, വിശ്വാസം, ലെറ്റ് ഗോ ചെയ്യൽ, അപ്രതീക്ഷിതമായ ബ്ലെസ്സിങ്സ്,
സാമ്പത്തികവും ആത്മീയവുമായ വളർച്ച എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും. 2026 നിങ്ങൾക്ക് വളരാനും തിളങ്ങാനും നിങ്ങളുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാനുമുള്ള ഒരു വർഷമാണ്. 2026 നിങ്ങളുടെ ലവ് ലൈഫ് സ്ലോ ആയി ഗ്രോ ചെയ്യുന്ന വളരെ ആഴമുള്ള മാറ്റങ്ങളുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള റിലേഷൻ ഒരു പുതിയ ലെവലിലേക്ക് പോകും. സ്ട്രെങ്ത് ആൻഡ് സ്വാൻ കാർഡ് സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്സിൽ നിങ്ങൾ കൂടുതൽ മെച്യൂർ, കെയറിങ്, കോൺഫിഡൻ്റ് ആയ ആളായി മാറുമെന്നാണ്. സ്വയം സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ശരിയായി സ്നേഹിക്കൂ എന്നുള്ള പാഠം നിങ്ങൾ മനസ്സിലാക്കും. സെൻസിറ്റിവിറ്റി കാർഡ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെന്നും അതിനാൽ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേക്കെടുത്ത് വിഷമിക്കാതിരിക്കൂ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 2026 നിങ്ങളുടെ കരിയറിന് വളർച്ചയുടെ വർഷമാണെന്ന് സൂചിപ്പിക്കുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പ്ലസ് ആൻഡ് സ്പിരിറ്റ് കാർഡ് ഒരു പഠനം, പുതിയ സ്കിൽ, കോഴ്സ്, ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പുതിയ ജോബ് ചാൻസ് എന്നിവയെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ തുടക്കം നിങ്ങൾക്ക് വലിയ വിജയം കൊണ്ടുവരും. യു ഹാവ് ദ എബിലിറ്റി ടു പ്രോസ്പർ കാർഡ് ഫിനാൻസ് വരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, പക്ഷേ എനിക്ക് പറ്റില്ല എന്ന ചിന്ത നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ കഴിവുകൾ തുറന്നു കാണിക്കണം. 8 ഓഫ് ഫയർ കാർഡ് സൂചിപ്പിക്കുന്നത് 2026 മധ്യത്തിലോ അവസാനത്തിലോ കാര്യങ്ങൾക്ക് വേഗത്തിലൊരു മാറ്റം വരുമെന്നാണ്. ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ, പ്രോജക്റ്റ്, ബിസിനസ് ഗ്രോത്ത് എല്ലാം പെട്ടെന്ന് സംഭവിക്കാം. ലൈറ്റ് ഇൻ ദ അൺഎക്സ്പെക്റ്റഡ് കാർഡ് നിങ്ങൾ ആലോചിക്കാത്ത ഒരു ഫീൽഡിലൂടെയോ ആളിലൂടെയോ അപ്രതീക്ഷിതമായൊരു അവസരത്തെ കാണിക്കുന്നുണ്ട്. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ 2026 ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ്. സ്പിരിച്വൽ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാർ പ്ലസ് സ്വാൻ കാർഡ് നിങ്ങൾക്ക് ഈ വർഷം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എനിക്ക് ഇതിലപ്പുറം എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നൊരു ഫീലിംഗ് വരും. അഫർമേഷൻസ് കാർഡ് പ്രാർത്ഥന, മന്ത്രങ്ങൾ, പോസിറ്റീവ് വേർഡ്സ് എന്നിവയ്ക്ക് വലിയ ശക്തി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ദിവസവും നല്ല വാക്കുകൾ തന്നെ പറയുക. ഫോൾ ഇൻ ടു മൈ ആംസ് കാർഡ് ദൈവത്തിലേക്ക്, യൂണിവേഴ്സിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു പൂർണ്ണമായ വിശ്വാസം പഠിപ്പിക്കുന്ന വർഷമായിരിക്കും 2026 എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഡ്രീംസ്, സിഗ്നൽസ്, ഇൻറ്റ്യൂഷൻസ് എന്നിവയെല്ലാം ശക്തമാകുന്നതാണ്. ഒറ്റയ്ക്ക് സമയം ചെലവിടുക, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുക. 2026 നിങ്ങളെ പുറത്ത് വിജയിക്കുന്നതിലും കൂടുതൽ ഉള്ളിൽ ശക്തനാക്കുന്ന ഒരു വർഷമാണ്. ഹെൽത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഡയറ്റ് പ്ലാൻ, വാക്കിംഗ്, യോഗ, ഒരു സ്ഥിരമായ ഉറക്കം ഇതൊക്കെ തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ഹെൽത്തിന് നല്ല മാറ്റങ്ങളുണ്ടാകും. 2026 നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച തരുന്ന ഒരു വർഷമായിരിക്കും. ഒരു സ്റ്റഡി ഗ്രോത്ത്, ഒരു പുതിയ വരുമാന മാർഗം, സൈഡ് ഇൻകം അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽ വഴി നിങ്ങൾക്ക് പണം വന്നേക്കാം. 2026 ഒരു മധ്യഭാഗത്ത് പെട്ടെന്നൊരു ഓഫർ, ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു പെൻഡിങ് പേയ്മെൻറ്റ് ക്ലിയർ ആവുക അല്ലെങ്കിൽ പുതിയ അവസരം വന്നു ചേരുക എന്നിവ സംഭവിച്ചേക്കാം. ഇതാണ് കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.